ഉത്സാഹത്തോടെ പറയുന്നവളെ അത്ഭുതത്തോടെ തന്നെയാണ് സഞ്ജയ് നോക്കിയത്. ഒരു കണ്ണിറുക്കി അവനെ നോക്കി അവളൊന്ന് ചിരിച്ചിരുന്നു. വൃദ്ധനും അമ്മച്ചിയും നോക്കിയപ്പോ വിളറിയ ചിരിയാണ് സഞ്ജയ് നൽകിയത്. മോനെ, മോളെ കല്യാണം കഴിച്ചതും അതിനൊരു ജീവിതം കൊടുത്തതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം അമ്മച്ചിക്ക് മോന്റെ തീരുമാനത്തോട് യോജിപ്പില്ല. കുട്ടികളെന്നൊക്കെ പറയുന്നത് തമ്പുരാൻ തരുന്നതാണ്. അതിന് നമ്മളായിട്ടൊരു സമയം വെക്കാൻ പാടില്ല. അത് ദൈവം നമ്മുടെ കയ്യിലോട്ട് തരുമ്പോൾ രണ്ട് കൈയും നീട്ടി അങ്ങോട്ട് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്തല്ലേ ഇങ്ങനെ വർഷത്തിന് ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഗർഭിണിയായി കഴിഞ്ഞ അറിയുന്നത്. അതുകൊണ്ടെന്താ, നല്ല കാലത്ത് പേരക്കുട്ടികളെ കാണാൻ പറ്റും. അമ്മച്ചി പറഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞ് ഒരുപാട് നീട്ടി വെക്കുന്നില്ലെന്ന് തന്നെയാണ് അമ്മച്ചി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ വിളറിപ്പോയിരുന്നു ശ്രുതി. എങ്കിൽ പിന്നെ വല്ലതും കഴിക്കാം. ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവരാനിരിക്കായിരുന്നു. നിങ്ങൾ ഇന്ന് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, അമ്മച്ചി പറഞ്ഞു. അയ്യോ അമ്മച്ചി, ഇപ്പം വേണ്ട, കഴിക്കുന്ന സമയമൊന്നും ആയിട്ടില്ല. പിന്നെ ഭക്ഷണമൊക്കെ തരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, സഞ്ജയ് ചോദിച്ചു. ഒരു നേരത്തെ ഭക്ഷണം തരുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് കുഞ്ഞെ? മറുപടി പറഞ്ഞത് അപ്പച്ചനാണ്. നീ അതങ്ങ് പാത്രത്തിലാക്കി കൊടുക്ക്. അവർ കെട്ടിയോളും എപ്പോഴാ കഴിക്കുന്നതെന്ന് വെച്ചാൽ കഴിച്ചോളും, അല്ലേ മക്കളെ? ചിരിയോടെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ സഞ്ജയ് നന്നായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിരുന്നു. അമ്മച്ചി അപ്പോഴേക്കും അടുക്കളയിലേക്ക് പിൻവാങ്ങി. പിന്നെ 2-3 പാത്രത്തിൽ എന്തൊക്കെയോ അടച്ചുകൊണ്ട് വരുന്നത് കണ്ടു. ഇതിൽ കുറച്ച് തേയിലപ്പൊടിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒക്കെ ഉണ്ട്. നാളെ രാവിലെ ചായ വല്ലതും ഇടണമെങ്കിൽ ഇനി വെളുപ്പാങ്കാലത്ത് ഇങ്ങോട്ട് ഓടി വരണ്ടേ, അതുകൊണ്ടാ. പാത്രമൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ ഒരു ഭിത്തി ഇല്ലേ, അതിനകത്ത് എൻ്റെ പഴയ സോസ്പാനും പാത്രങ്ങളും ഒക്കെ ഉണ്ട്, അമ്മച്ചി പറഞ്ഞു. ശ്രുതി തലയാട്ടി കാണിച്ചിരുന്നു. അവർ തന്ന ഭക്ഷണവും വാങ്ങി രണ്ടുപേരും വീട്ടിലേക്ക് നടന്നിരുന്നു. പരസ്പരം മുഖത്തേക്ക് നോക്കാൻ രണ്ടുപേർക്കും ചെറിയൊരു ചളുപ്പ് തോന്നിയിരുന്നു. എങ്കിലും രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ബാക്കിയായി. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വെച്ചതിന് ശേഷം അവന് മുഖം നൽകാതെ ശ്രുതി ഇറയത്തേക്കിരുന്നു. അവിടെ നിലാവതിന്റെ മനോഹാരിത പൊഴിച്ച് വശ്യതയോടെ നിൽക്കുകയാണ്. കുറെ നേരം ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നോക്കിയിരുന്നു ശ്രുതി. അപ്പോഴും അവളുടെ ചുണ്ടിൽ മാറാതെ ഒരു പുഞ്ചിരി കൂട്ടിനുണ്ടായിരുന്നു. കുറെ സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് അകത്തുനിന്നും സഞ്ജയ് അവളെ തിരക്കി വന്നത്. നോക്കിയപ്പോൾ പെണ്ണ് സ്വപ്നം കണ്ടിരിക്കുകയാണ്. ആ ഇരിപ്പും ചൊടിയിലെ പുഞ്ചിരിയും ഒക്കെ കണ്ടപ്പോൾ അവനും ചിരി വന്നിരുന്നു. ആദ്യത്തെ കുട്ടിക്കിടാനുള്ള പേരാലോചിക്കുകയായിരിക്കും മേഡം. അവന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ മുഖം ഉയർത്തിയത്. ഒരു നിമിഷം മുഖം ചമ്മലുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാതെ അവൾ മുഖം വെട്ടിച്ചു മാറ്റി. എന്താ പറഞ്ഞേ? കൃത്രിമദേഷ്യത്തോടെ അവൾ ചോദിച്ചു. താനല്ലേ പറയുന്നത് കുട്ടികളിപ്പം വേണ്ടെന്ന്. ഞാൻ ആ തീരുമാനം മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞു. ആ നിമിഷം അവന്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾക്ക് കാണാമായിരുന്നു. തനിക്കിതുവരെ പരിചയമില്ലാത്ത മറ്റൊരു ഭാവം, ഒരു കാമുകന്റെ ലാസ്യ ഭാവം. സാർ എന്തൊക്കെ വൃത്തിയായി പറയുന്നത്, അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം അത് അനാവശ്യവും വൃത്തികേടും. താൻ പറയുമ്പോൾ അത് തമാശ. അതെവിടുത്തെ ഏർപ്പാടാ? പിന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അത് കുറച്ചു മുൻപ് സാറ് പറഞ്ഞില്ലേ, കള്ളം പറയുമ്പോൾ ഒരു പെർഫെക്ഷൻ വേണോന്ന്. പെർഫെക്ഷന് വേണ്ടി പറഞ്ഞതല്ലേ, അവൾ വാക്കി തപ്പി. ഓഹോ, പെർഫെക്ഷന് വേണ്ടി എന്ത് തോന്നിവാസം വിളിച്ചു പറയാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവനൊന്ന് വീശ പിരിച്ച് അവളെ അടിമുടി നോക്കി പറഞ്ഞു. തോന്നിവാസമോ? എന്ത് തോന്നിവാസം? ഞാനൊരു തോന്നിവാസവും പറഞ്ഞില്ല. അവൾ അവനിൽ നിന്ന് മുഖം മാറ്റി. ഒന്നും പറഞ്ഞില്ലേ? ഇല്ലേ? അവൾ കരകിലേക്ക് നീങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. അവന്റെ ആ മുഖഭാവവും വരവും അമ്പരപ്പും ഉണ്ടാക്കിയിരുന്നു അവളിൽ. കുതറി മാറാൻ പോകുന്നതിന് മുൻപേ 2 കൈകൾ കൊണ്ട് ഭിത്തിയിലേക്ക് ചേർന്ന് അവളെ അവൻ ലോക്ക് ചെയ്ത് കളഞ്ഞിരുന്നു. അവളുടെ മുഖത്തിനരികിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി ഏറെ ആർദ്രമായി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ലേ? അത് അത് പിന്നെ അപ്പോ അറിയാതെ നാവിൽ വന്നത് ഒരു ഓളത്തിന് പറഞ്ഞു പോയതാ. സാറിനത് ഇഷ്ടമല്ലെങ്കിൽ സോറി. അവന്റെ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ പതർച്ചയോടെ അവൾ പറഞ്ഞു. ഇഷ്ടമായെങ്കിൽ. അവൻ ഒരിക്കൽ കൂടി മുഖത്തിനരികിലേക്ക് മുഖമടുപ്പിച്ച് അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി. പിന്നെ ചെറുചിരിയോടെ അകലമിട്ട് നിന്നു. ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ താൻ പറഞ്ഞതുപോലെയല്ല. വലിയ ബിസിനസ്സും ബാധ്യതകളും ഒന്നുമില്ലാത്തൊരു ലോകം. ഇപ്പൊ നമ്മൾ കണ്ട അപ്പച്ചനെയും അമ്മച്ചയും പോലെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു വീട്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ധൃതി പിടിച്ച് രാവിലെ ഓടുന്ന ഒരാൾ, അയാളെ കാത്തിരിക്കുന്ന പെണ്ണൊരുത്തി. പിന്നെ അവരുടെ ചെറിയ പിണക്കങ്ങളും കുസൃതികളും വഴക്കുകളും. അങ്ങനെ 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 ഒരുപാട് മനോഹരമായൊരു ചിത്രം എൻ്റെ മനസ്സിലും തെളിഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. അവൻ്റെ തുറന്നു പറച്ചിൽ അവളിൽ അമ്പരപ്പ് നിറച്ചിരുന്നു. അത്ഭുതത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും ആ ഭംഗിയുള്ള ലോകം നമുക്ക് കാണാൻ പറ്റുമോ? പ്രതീക്ഷ നിറഞ്ഞ മിഴികളോടെ അവൾ ചോദിച്ചു. ആ കണ്ണുകളിൽ നിരാശ കൂടുകൂട്ടുന്നത് അവൾ കണ്ടു. ദൂരെ
ദൂരെ ആരും കാണാത്തൊരു ലോകത്തേക്ക് ഓടിപ്പോയാലോ? പെട്ടെന്ന് അവൻ തിരിച്ചു ചോദിച്ചു. തനിക്ക് അപരിചിതനായ ഒരു സഞ്ജയാണ് ആ ചോദ്യത്തിൽ അവൾ കണ്ടത്. വരുമോ എനിക്കൊപ്പം താൻ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം. സാറ് വിളിച്ചാൽ ഏത് ലോകത്തേക്കും ഒരു പേടിയില്ലാതെ ഞാൻ വരും. ആ മറുപടിയിൽ അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ശരിക്കും? കണ്ണുകളിൽ പ്രണയത്തിൻ്റെ ലാസ്യഭാവങ്ങൾ ഒളിപ്പിച്ചവൻ ചോദിച്ചു. ഏറെ സമ്മതത്തോടെ അവൾ തലയാട്ടി. അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ അടുത്തു വരുന്നത് അവൾ കണ്ടു. ആ നിമിഷം തന്നെ അവൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു. സമയം കുറേയായിട്ടും അവൻ്റെ ശ്വാസഗതികളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാതെ വന്നപ്പോൾ പതിയെ കണ്ണു തുറന്നപ്പോൾ തന്നെ നോക്കി തൊട്ടരികിൽ നിൽക്കുകയാണവൻ. തൊട്ടരികിൽ കണ്ണു തുറന്നതും അവളെ നോക്കിയൊന്ന് കുസൃതിയായി ചിരിച്ചവൻ. അവൾ മറ്റെന്തോ അവനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ആ നിമിഷം അവനും തോന്നിയിരുന്നു. നേർമയോടെ അവൻ്റെ കൈത്തലം അവളുടെ കവിളുകളെ തഴുകി. ആദ്യമായാണ് അവനിൽ നിന്നും അങ്ങനെ ഒരു സ്പർശം. അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്തൊരു ഓട്ടപ്രദക്ഷിണം നടത്തി. ചൂണ്ടുവിരലാൽ അവളുടെ അധരങ്ങൾക്ക് ചുറ്റും ഒരു കളം വരച്ചവൻ. പിന്നെ കൈകൾ കൊണ്ട് വലത് കവിളിൽ വാത്സല്യം നിറച്ചൊരു തലോടൽ. തനിക്ക് സ്വയം നഷ്ടമാകുന്നത് പോലെ സഞ്ജയ്ക്ക് തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഒരുപാട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വേദനിക്കുന്നത്. ഈ ഉള്ളിലുള്ളതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല ഞാൻ. താനിപ്പോൾ അവരോട് പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളെയും തോൽപ്പിച്ച് ഒരു ജീവിതം അത് സാധ്യമാകുമെന്ന് 1% പോലും ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടം തോന്നിയിരുന്നു. സാർ കരയാണോ? വേദനയോടെ അവൾ ചോദിച്ചു. അപ്പോഴേക്കും ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്നും ഇറ്റ് വീണ് കഴിഞ്ഞിരുന്നു. അവളുടെ നേർത്ത വിരലുകൾ അവൻ്റെ കവിളിനെ നനച്ച ആ കണ്ണുനീർ തുള്ളിയെ തലോടി. അവൾ 2 കൈയാൽ അവൻ്റെ മുഖം കോരിയെടുത്തു. സാറില്ല, എന്നെപ്പോലൊരാളെ സാറിൻ്റെ വീട്ടിലുള്ള ആരും സമ്മതിക്കില്ല. സാറില്ല, അതിൻ്റെ പേരിൽ വിഷമിക്കരുത്. അതെനിക്ക് സഹിക്കില്ല. അവളും ഇടറി തുടങ്ങി. നിനക്കൊന്നും അറിയില്ല കുട്ടി. ഇന്നുവരെ എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നീയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ലോകത്ത് ഒതുങ്ങിക്കൂടായിരുന്നില്ലേ? നീ എന്തിനാ അവിടേക്ക് ഇടിച്ചു തള്ളി വന്നത്? ആ ചോദ്യം ചോദിച്ചതും അവൻ്റെ മിഴികൾ ചുവക്കുന്നതും 2 നേത്രങ്ങളിലും നീർക്കുമിളകൾ നിറയുന്നതും അവൾ കണ്ടു. പെട്ടെന്ന് തന്നെ അത് അവൻ്റെ കവിളുകളെ നനച്ചു. ആദ്യമായാണ് ഒരു പുരുഷൻ കരയുന്നത് അവൾ കാണുന്നത്. കൂടുതലൊന്നും അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൻ അകത്തേക്ക് പോയിക്കഴിഞ്ഞിരുന്നു. ശ്രുതി അവനെ തേടി ചെന്നപ്പോൾ അവൻ അകത്തേക്ക് കയറി വാതിലടച്ച് കളഞ്ഞിരുന്നു. എന്താണ് അവനിൽ വന്ന മാറ്റമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കുറച്ചു സമയം അവനെ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് അവനെ വിളിക്കാൻ ശ്രമിച്ചില്ല. മനസ്സിനെ വരഞ്ഞു മുറുക്കുന്ന വേദന അവളും അറിഞ്ഞു. തങ്ങൾ സമാന്ത രേഖ പോലെയാണെന്ന് അവൾക്ക് തോന്നി. അടുക്കും തോറും അകന്നു വരുന്നു. അറിയാതെ മിഴികൾ നനഞ്ഞപ്പോൾ ഒരു വാശിയോടെ അവളത് തൂത്ത് കളഞ്ഞിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുവൻ സ്ഥാനം നേടിയിട്ടുള്ളത് ഉറപ്പാണ്. പക്ഷേ സ്നേഹം അത് ഒരിക്കലും യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ഇത്രത്തോളം തന്നെ ഉള്ളം തുറന്ന് കാണിച്ചിട്ടും ആ സ്നേഹം അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, തന്നെ അകറ്റി നിർത്താൻ തക്കവണ്ണം ശക്തമായൊരു കാരണം അവനെ നീറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും അവനെ നിർബന്ധിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് അവൾക്ക് തോന്നി. അത്തരത്തിൽ പിടിച്ചു വാങ്ങുന്ന സ്നേഹം അർത്ഥമില്ലാത്ത ഒന്ന് തന്നെയാണ്. അടുക്കളയിലേക്ക് ചെന്ന് വാഷ് ബേസിനിൽ മുഖം നന്നായി ഒന്ന് കഴുകി ശേഷം അവിടെ കിടന്ന് തോർന്നുകൊണ്ട് മുഖമൊപ്പി. പിന്നെ അമ്മച്ചി തന്നുവിട്ട ഭക്ഷണം ഓരോന്നായി മേശപ്പുറത്ത് നിരത്തി വെച്ചു. കുറച്ചു സമയം കൂടി അവനെ കാത്തിരുന്നിട്ട് അവൻ വരാതായപ്പോൾ ഡോറിൽ ചെന്ന് 2-3 വട്ടം മുട്ടി. 3-ാം വട്ടമാണ് ഡോറ് തുറക്കപ്പെട്ടത്. അവൻ്റെ മുഖം കണ്ടപ്പോൾ ഉള്ളിൽ വീണ്ടും ഒരു വേദന ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. കണ്ണു വല്ലാതെ ഇരിക്കുന്നു. നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. എന്താണോ? ഗൗരവം ഒട്ടുമില്ലാതെ അവൻ ചോദിച്ചു. ഭക്ഷണം കഴിക്കണ്ടേ? വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, താൻ കഴിച്ചിട്ട് കിടന്നു. അങ്ങനെ പറയാതെ, നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി അമ്മച്ചി ഉണ്ടാക്കിയതാണ്. അത് കഴിക്കാതെ കിടന്നാൽ അവരോട് ചെയ്യുന്ന ദ്രോഹമാകും. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. അത് പറഞ്ഞ് മറുപടിക്കാകാതെ അവൾ തിരിഞ്ഞു പോയിരുന്നു. അവൻ ഡൈനിങ് ടേബിളിൽ ചെന്നപ്പോൾ പ്ലേറ്റ് നിരത്തി വെക്കുകയായിരുന്നു അവൾ. അവനോട് ഒന്നും തന്നെ ചോദിക്കാതെ അവൻ്റെ പ്ലേറ്റിലേക്ക് കഞ്ഞി വിളമ്പി. മറ്റൊരു പ്ലേറ്റിലേക്ക് അമ്മച്ചി തന്ന കപ്പ പുഴുങ്ങിയതും അതിന് ചേർത്ത് കുറഞ്ഞ കാന്താര സമ്മന്തിയും ഒഴിച്ചു. ഒപ്പം നല്ല ഉണക്കമീൻ പൊരിച്ചതും കാച്ചി മോരുമാണ് കൂട്ടാൻ. അവന് വിളമ്പിയിരുന്നതിന് ശേഷം പ്രത്യേകിച്ച് അവനോടൊന്നും സംസാരിക്കാതെ കുറച്ചപ്പുറത്തായി മാറിയിരുന്ന അവളും ഭക്ഷണം വിളമ്പി കഴിച്ചു. തന്നോടൊന്നും സംസാരിക്കാതെ അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളം നോവുന്നത് അവൻ അറിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മൗനം അത് തന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട്. അവൾ തന്നോട് അടുക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവളിൽ നിന്നും അകലം നേടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം.
കുറച്ചു സമയം അവളെ തന്നെ നോക്കിയിരുന്നു. ആ നോട്ടം അവൾ മനസ്സിലാക്കിയത് അറിഞ്ഞപ്പോൾ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നാവിൽ ഭക്ഷണം വെച്ചതും നാവിലെ രുചിമുകളങ്ങൾ ഉണരുന്നത് അവൻ അറിഞ്ഞിരുന്നു. അത്രയും രുചിയുള്ള ഭക്ഷണം ഏത് റെസ്റ്റോറൻറ്റിൽ പോയി എത്ര മുന്തിയ ഭക്ഷണം കഴിച്ചാലും ഈ രുചി ലഭിക്കില്ല. അതാണ് നാടൻ ഭക്ഷണത്തിന്റെ പ്രത്യേകത. ആസ്വദിച്ച് തന്നെയാണ് അവൻ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സ്വന്തം പ്ലേറ്റുമായി അവൻ അടുക്കളയിലേക്ക് പോയിരുന്നു. അവനെ ശ്രദ്ധിക്കാതെ പാത്രം കഴുകി വെച്ചതിനു ശേഷം ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. തന്നോട് അവൾ സംസാരിക്കാതിരിക്കുന്നത് അവനിൽ ഒരു വേദന പടർത്തിയിരുന്നു. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ജഗ്ഗുമായി നിൽക്കുകയാണ് അവൾ. അത് അവന്റെ കൈകളിലേക്ക് നീട്ടി. രാത്രി വെള്ളമോ മറ്റോ ആവശ്യം വന്നാലോ? തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന് കരുതിയാണ് അവൻ അത് ചോദിച്ചത്. എന്നാൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലെ അബദ്ധം അവന് മനസ്സിലായത്. കൂർപ്പിച്ച് നോക്കുന്നവളുടെ മുഖത്തു നിന്നും ആ ചോദ്യം താൻ ചോദിച്ചത് ഇഷ്ടമായില്ലെന്ന് അവന് മനസ്സിലായിരുന്നു. സാറെന്താ ഉദ്ദേശിച്ചത്? അല്പം ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു. ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ശ്രുതി, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ എന്താ സാറിന്റെ കയ്യിൽ അതിനുള്ള പരിഹാരം? സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല ഞാൻ. അതെല്ലാം അങ്ങനെയുള്ള ഒരാളാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ദേഷ്യത്തോട് തന്നെ അവൾ ചോദിച്ചു. തന്റെ വായിൽ നിന്ന് വീണുപോയ ഒരു അബദ്ധത്തിന് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സഞ്ജയ് വിചാരിച്ചിരുന്നില്ല. ഞാനൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല ശ്രുതി, താൻ തെറ്റിദ്ധരിച്ചതാണ്. താൻ ഇനി ആ വിഷയത്തിൽ പിടിച്ചു കയറണ്ട. ഞാനിനി ഒരു വിഷയത്തിലും പിടിച്ചു കയറുന്നില്ല. സാറിനോട് ഒരു പരിധിയിൽ കൂടുതലായി ഒന്നും പറയാനും വരുന്നില്ല. ഇന്നു മുതലേ നമ്മൾ ജോലിക്കാരിയും മുതലാളിയും മാത്രമാണ്. അത്രയും പറഞ്ഞവൾ മറുപടിക്ക് കാക്കാതെ മുറിയിലേക്ക് പോവുകയും കഥ അടയ്ക്കുകയും ചെയ്തിരുന്നു. അവന് വല്ലാത്ത വേദന തോന്നിയിരുന്നു. പക്ഷെ അവൻ അവളെ തടഞ്ഞില്ല. ഇങ്ങനെ അവസാനിക്കുന്നെങ്കിൽ അങ്ങനെ അവസാനിക്കട്ടെ. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ എന്നും ഉണ്ടാകും, നിറമുള്ളൊരു ഓർമ്മയായി. അതുതന്നെ തനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഊർജ്ജമാണ്. അതിനപ്പുറം ആ പാവത്തിന്റെ ജീവിതം തകർക്കേണ്ടെന്ന് അവന് തോന്നിയിരുന്നു. ആദ്യമായും അവസാനമായും പ്രണയിച്ച പെൺകുട്ടിയാണ്. മുറിയിലേക്ക് ചെന്നിട്ടും അവന് ഉറങ്ങാൻ മനസ്സ് വന്നില്ല. കഥ കടയ്ക്കാതെയാണ് അവൻ കിടന്നത്. ഒരു ഭിത്തിക്കപ്പുറം ഒരു വെളിയിൽ നിന്ന് നിദ്രയെ പുൽക്കാൻ സാധിക്കാതെ കിടക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. താൻ അവളോട് കാണിച്ച അകലം അത്രമേൽ അവളെ ഇപ്പോൾ നീറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തന്റെ കൈകൾക്ക് ഇപ്പോൾ ബലമില്ല. ഒന്ന് ചേർത്ത് പുൽകാൻ തന്റെ നെഞ്ചകത്തിന് സാധിക്കുന്നില്ല. അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാൻ സാധിക്കാതെ നിസ്സഹായമായ അവസ്ഥയിലാണ്. എന്തൊരു ജന്മമാണ് തൻ്റേതെന്ന് ഒരു നിമിഷം അവൻ ഓർത്തു. അവനോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു. കുറെ സമയം കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. വെളുപ്പിനെപ്പോഴാണ് അവൻ ഉറങ്ങിയത്. ഫോണിൽ അലാറം വെച്ചിട്ടാണ് കിടന്നത്. അലാറം അടിച്ച സമയത്ത് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നിയിരുന്നു. 2-3 വട്ടം കണ്ണുകൾ തുറന്നെങ്കിലും അതേ വേഗത്തിൽ തന്നെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. ശരീരത്തിന് വല്ലാത്ത വേദന പോലെ. താൻ ആഗ്രഹിക്കുന്ന പരിധിയിൽ ശരീരം നിൽക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി. നല്ല രീതിയിൽ കുളിരുന്നുമുണ്ട്. അവിടെ കിടന്നൊരു പുതപ്പെടുത്ത് നന്നായി മൂടി പൊതിച്ചിരുന്നു. എന്നിട്ടും തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ കൺപോളകൾ അടഞ്ഞു പോയിരുന്നു. വെളുപ്പിന് അവൻ എഴുന്നേൽക്കേണ്ടതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്രുതി നേരത്തെ എഴുന്നേറ്റ് ഇരുവർക്കും വേണ്ടി കട്ടൻ കാപ്പി ഇട്ടിരുന്നു. എന്നാൽ കുറെ സമയം കഴിഞ്ഞിട്ടും അവനെ കാണാതായപ്പോൾ അവൻ ഉറങ്ങിപ്പോയെന്ന് ശങ്കിച്ചാണ് അവൾ അവന്റെ അരികിലേക്ക് ചെന്നത്. കഥ കടച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഡോറിൽ 2-3 വട്ടം വെളിയിൽ നിന്ന് തന്നെ കൊട്ടി. മൂടിപ്പറിച്ച് കിടക്കുകയാണ് അവൻ. തന്റെ ശബ്ദം കേട്ടിട്ടും അവനിൽ നിന്നും പ്രതികരണങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് അവൾ മുറിക്കകത്തേക്ക് കയറിയത്. അപ്പോൾ തന്നെ ചെറിയ തോതിൽ അവന്റെ ഞരക്കവും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ നിമിഷം ഒരു ആദി കയറിയിരുന്നു. സാർ എഴുന്നേൽക്ക്, അടിവാരത്ത് പോകണ്ടേ, വണ്ടി ശരിയാക്കണ്ടേ, അവൾ അവനോടായി പറഞ്ഞു. അപ്പോഴേക്കും അവൻ ഇറങ്ങിക്കൊണ്ടിരുന്നു. എന്തോ അവ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി സാർ? അവൾ ചോദിച്ചെങ്കിലും അവനിൽ നിന്നും മറുപടി ഒന്നും ഉയർന്നില്ല. ആ നിമിഷം അവൾ വെറുതെ അവന്റെ നെറ്റിത്തടത്തിൽ ഒന്ന് കൈവച്ച് നോക്കി. ചുട്ടുപൊള്ളുന്ന ചൂടാണ്. അവനെ പനിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അതാണ് ശരീരത്തിന്റെ തളർച്ച. അവൾ പെട്ടെന്ന് കഴുത്തിലേക്ക് കൈവച്ചു. അവളുടെ തണുത്ത കൈത്തലം കഴുത്തിലേക്ക് അരിച്ചുടങ്ങിയ നിമിഷം കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കിയിരുന്നു സഞ്ജയ്. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ശ്രുതി, തീരെ വയ്യ, എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.